വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട പുനലൂർ നിവാസികളെ, ആദ്യമായി തന്നെ എനിക്ക് ഒരാളോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, പുനലൂർ നിവാസികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ ഈ നാടിന് വേണ്ടി ഇതുപോലെയുള്ള ഒരു സമ്മാനം തന്ന തങ്കപ്പച്ചേട്ടന് ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരില്ല. കാര്യം പുനലൂരിൻ്റെ ജാതകം ഒരുപക്ഷെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇത് വെറും ഒരു കല്യാണ മണ്ഡപമോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ സിനിമാ തിയേറ്ററോ അല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാര്യം ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. 10 വർഷത്തിന് മുമ്പ് ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഇത്ര വലിപ്പമുള്ള ഒരു ബിൽഡിങ് ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി, SL തിയേറ്റേഴ്സ്. അന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം തകരുന്നൊരു സമയത്താണ്. ഓരോ ദിവസം ഓരോ തിയേറ്റർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞങ്ങളെ ആ തിയേറ്റർ ഒരു മനുഷ്യനും കയറാത്ത അവസ്ഥയിൽ ഏൽപ്പിക്കുന്നത്. 5 മാസം കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യുവൽ 4K തിയേറ്ററൊക്കെ അതിനെ മാറ്റി. അന്ന് മുതലാണ് ഈ തിയേറ്റർ റവല്യൂഷൻ ഇന്ത്യയിൽ തുടങ്ങുന്നത്. ഇന്ന് ഓരോ ദിവസവും ഈ 2 സ്ക്രീൻ വെച്ച് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലൊരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ ഇത് ഏൽപ്പിക്കുന്നത്. കാര്യം എനിക്ക് ഇവിടുന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് എൻ്റെ നാടാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് എൻ്റെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാം മോശപ്പേരുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ പ്ലാനിങ്ങാണ് ഇതുവഴി ചെയ്യുന്നത്. ഈ നാടിൻ്റെ സംസ്കാരം മാറണമെങ്കിൽ അവിടെ കല വളരണം. ആ കല വളരുവാൻ വേണ്ടി നമുക്കൊരു ബേസ് വേണം. അതാണ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. മാസത്തിൽ 8 ദിവസം മാത്രമേ ഞങ്ങൾ ഇവിടെ കല്യാണം നടത്തുന്നുള്ളൂ. അതേസമയം 30 ദിവസവും ഇത് നിറഞ്ഞിരിക്കണം. ഇതിനൊരു പർപ്പസുണ്ട്. ഇത് ഒരു ദിവസം തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് പല ഗ്രൂപ്പുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിനകത്ത് സാമുദായിക സംഘടനകൾക്ക് ഉപയോഗിക്കേണ്ടി വരും, രാഷ്ട്രീയ സംഘടനകൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ജനങ്ങൾ വന്നു പോകണം. എങ്കിൽ മാത്രമേ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഇവിടുത്തെ ചുറ്റുവട്ടത്തുമുള്ള കച്ചവടങ്ങളും എല്ലാം വികസിക്കത്തുള്ളൂ. ആളും അനക്കവും വരണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടേക്ക് കടന്നു വരുന്ന ആ ഒരു പാലം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള തടസ്സം. അത് പുനലൂരിൻ്റെ വികസന നായകരെല്ലാം ഇവിടെയുണ്ട്. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ആ പാലം കൂടി ഒന്ന് തീർത്തു തന്നു കഴിഞ്ഞാൽ ഈ വാളക്കോട് എന്ന പ്രദേശം ഒരു പക്ഷേ പുനലൂരിൻ്റെ വികസനത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറും. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കലാനിലയം ഞങ്ങൾ ഈയിടെ ഏറ്റെടുത്തിരുന്നു. കലാനിലയം മലയാളിയുടെ അഭിമാനമാണ്. ആ നാടക പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് തൊടുപുഴ കഴിഞ്ഞപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ പുനലൂരും എത്തിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അതൊരു നാടകം മാത്രമായിട്ടല്ല, അതിനെ കലയുടെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുകയാണ്. ഒരു പക്ഷേ കലാനിലയത്തിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും ഇത്. അതുമായി ക്ലബ് ചെയ്തുകൊണ്ട് തന്നെ കരിയർ ഡിസൈൻ, ഇവിടെ അടുത്ത് തന്നെ സ്കൂളുണ്ട്. പുനലൂരിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഇൻഡസ്ട്രിയുമായിട്ട് വളരെ ചേർത്തുകൊണ്ട് ഉള്ള കരിയർ ഡിസൈനിൻ്റെ പദ്ധതിയായിട്ട് ഇവിടുത്തെ തിയേറ്റർ 3 സ്ക്രീനും സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, സിനിമ ഇല്ലാത്ത സമയത്ത് അതിനെ വിഷ്വൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അത് ഇപ്പോഴുള്ള കരിക്കുലത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത്. കാര്യം ജീവിതത്തിൽ പഠിക്കേണ്ടതൊന്നും നമ്മുടെ കരിക്കുലത്തിലില്ല. ഇപ്പോഴും സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയവും പണവും എല്ലാം വേസ്റ്റാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ട് സോഫ്റ്റ് സ്കിൽസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാരക്ടർ കറക്ഷൻസ് ഒരുപാട് നടത്തേണ്ട കാര്യങ്ങളുണ്ട്. അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാൻ പോലും പഠിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അതൊക്കെ ഇവിടുന്നായിരിക്കും അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവിടെ ഈ ഹാളിൽ നടക്കുന്ന ചർച്ചകളിലും മറ്റുമായിരിക്കും. ഇവിടെ നടക്കുന്ന പല കോൺഫറൻസുകളിലുമായിരിക്കും. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു ഹാള് വേണമെന്നുണ്ടെങ്കിൽ വെറും കറണ്ട് ചാർജ് മാത്രം തന്നുകൊണ്ട് ചെയ്യുവാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് കരിയർ ഡിസൈനാണ്. അടുത്ത തലമുറയെ എയുടെ ലോകത്തിലേക്ക് പിടിച്ചു കയറ്റുവാൻ വേണ്ടി അവരുടെ ടാലൻറ്റിനും പാഷനും അനുസരിച്ചുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സഹകരണമാണ്. തീർച്ചയായിട്ടും ഈ ഒരു നട്ടുച്ചയ്ക്ക് നിങ്ങൾക്കെല്ലാം ഇവിടെ വരാൻ സാധിക്കുമെങ്കിൽ 365 ദിവസവും ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ ഇതുപോലെ ഇവിടെ കടന്നു വരാനുള്ള വേദിയായിട്ട് ഇത് മാറട്ടെ. എന്നും വാളക്കോട് ഒരു തിരക്കിൻ്റെ ലോകമായി മാറട്ടെ. അതുവഴി ഇതിന് ചുറ്റുമുള്ള സ്ഥാപനങ്ങളൊക്കെ വികസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനുവേണ്ടി സമയവും ആ ഒരു മനസ്സും എല്ലാം കൊടുത്ത തങ്കപ്രസാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിലേക്ക് വിളിച്ച അതിന് നന്ദി പറയുന്നു.
ഒപ്പം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.